നരാധമന്മാരുടെ പീഡനത്തിനിരയായി അകാലത്തിൽ പൊരിയേണ്ടി വന്ന ജ്യോതിക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ കൂട്ടമാനഭംഗത്തിനിരയായ 23-കാരിയായ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി അകാലത്തിൽ പൊഴിഞ്ഞപ്പോൾ നാടിന്റെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തിനും കണ്ണീരിനുമൊപ്പം ചേരാൻ കുറവലങ്ങാട്ടെ ഒട്ടേറെ യുവ നേതൃത്വവും രംഗത്ത് എത്തി. കുറവലങ്ങാട്ടെ ഒട്ടേറെ സ്ത്രീ പുരുഷന്മാരാണ് ജ്യോതിക്ക് അന്ത്യാഞ്ജലിയുമായി രംഗത്ത് എത്തിയത്. ഉത്തർപ്രദേശിലെ ബലിയ ജില്ലക്കാരിയായ ജ്യോതിയാണ് ഒരുപറ്റം യുവാക്കളുടെ കാടത്തം മൂലം വിധിക്ക് കീഴടങ്ങേണ്ടി വന്നത്. കഴിഞ്ഞ 12 ദിവസമായി രാജ്യം ഒരു മനസ്സോടെ നടത്തിയ പ്രാർത്ഥനകൾ വിഫലമാകുകയായിരുന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 2:15 ജ്യോതിയുടെ അന്ത്യം. ആന്തരാവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ജീവൻ നിലനിർത്താൻ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള ശ്രമം പരാജയപ്പെടുകയുമായിരുന്നുവെന്ന് മൗണ്ട് എലിസബത്ത് ഹോസ്പിറ്റൽ അധികൃതർ മരണശേഷം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. അന്ത്യസമയത്ത് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരും സമീപമുണ്ടായിരുന്നതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 23-കാരിയായ വിദ്യാർത്ഥിനിയുടെ ഗുരുതര നിലയെപ്പറ്റി ബന്ധുക്കൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ വിവരം കൈമാറിയിരുന്നു. ഡിസംബർ 16-നായിരുന്നു രാജ്യത്തിന് തന്നെ അപമാനകരമായിരുന്ന കൂട്ടമാനഭംഗം